വയനാട്ടിലെ ആശങ്കയ്ക്ക് ഭീതിക്ക് അറുതിയില്ല. വയനാടൻ ജീവിതത്തിന് ആശങ്ക സൃഷ്ടിച്ച് വന്യമൃഗശല്യം തുടർക്കഥയായി മാറുകയാണ്. കടുവ മനുഷ്യജീവൻ കവർന്ന മൂടക്കൊല്ലിയിൽ മറ്റൊരു കടുവയുടെ സാന്നിധ്യം തുടർച്ചയായി ഉണ്ടാകുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് പുലർച്ചെ മൂടക്കൊല്ലിയിലെ പന്നി ഫാമിൽ കടുവ കൊന്നു തിന്നത് 6 പന്നികളെയാണ്. നേരത്തെയും ഇവിടെ എത്തിയ കടുവ പന്നിക്കുഞ്ഞുങ്ങളെ ആക്രമിച്ചിരുന്നു. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളാൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് വയനാടൻ ജനത. ഇതിൽ മൂടക്കൊല്ലി എന്ന പേര് വാർത്തകളിൽ നിറഞ്ഞിട്ട് ഏറെ നാളായിരിക്കുന്നു. തീർത്തും അശാന്തമാണ് മൂടക്കൊല്ലി. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമം. പ്രജീഷ് എന്ന കർഷകന്റെ ജീവൻ കടുവ അപഹരിച്ച ഭൂപ്രദേശം. ഇവിടെയാണ് മറ്റൊരു കടുവ അലോസരം സൃഷ്ടിക്കുന്നത്. വയനാട് വൈൽഡ് ലൈഫിലെ പെൺകടുവയാണിത്. വനംവകുപ്പ് നൽകിയ നാമം WWL39 ടൈഗർ. പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് ശ്രീനേഷ്, ശ്രീജിത്ത് എന്നിവരുടെ പന്നി ഫാമിൽ വീണ്ടും കടുവയെത്തിയത്. 6 പന്നികളെ കൊന്നു തിന്നു. ഒരെണ്ണത്തെ ചത്തനിലയിൽ ഫാമിനുള്ളിൽ കണ്ടെത്തി. പന്നികളുടെ ജഡാവശിഷ്ടങ്ങൾ സമീപത്ത് നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തി. കടുവയുടെ കാൽപ്പാടുകളും പതിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച അതേ കൂട്ടിൽ നിന്നും 7ഓളം പന്നികളെ കാണാനില്ല. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അതിലെ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. അതിനെ പിന്തുടർന്ന് ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ ഇതിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ അതിൻ്റെ അവശിഷ്ടങ്ങൾ, എല്ലാത്തിൻ്റെയും തലകളും കാര്യങ്ങളും ബാക്കി മുഴുവനായിട്ട് അത് ഭക്ഷിച്ചിട്ടുണ്ട്. ഒറ്റ രാത്രി 2 മണി വരെ നമ്മളൊരു ക്യാമറ വെച്ചിരുന്നു, അത് പ്രവർത്തിച്ചിരുന്നു. 2 മണി കഴിഞ്ഞിട്ട് അതിൻ്റെ ചാർജ് തീർന്നു പോയിട്ട് അത് ഓഫായി പോയതാണ്. 2 മണിക്ക് ശേഷമാണ് വന്ന് ഇതിനെ പിടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 6-ാം തീയതി ഫാമിൽ നിന്ന് 21 പന്നിക്കുഞ്ഞുങ്ങളെ കടുവ പിടികൂടിയിരുന്നു. തുടർന്ന് വനംവകുപ്പ് ആടിനെ ഇരയായി വെച്ച് തൊട്ടടുത്ത് കൂട് സ്ഥാപിച്ചെങ്കിലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. വയനാട്ടിലെ പല പ്രദേശങ്ങളും ഈ വിധം വന്യമൃഗപ്പേടിയുടെ നിഴലിലാണ്. മൂടക്കൊല്ലിയിൽ വനംവകുപ്പ് കൂടൊരുക്കിയിട്ടുണ്ട്. എന്നിട്ടും കടുവ കെണിയിൽ വീഴുന്നില്ല. ഈ വന്യമൃഗപ്പേടിയെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും വയനാടൻ മനുഷ്യർക്കെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. തുടർച്ചയായി ഉണ്ടാകുന്ന വന്യമൃഗശല്യം, മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം, അതിൽ തന്നെ മനുഷ്യരുടെ ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം, ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നു. അവർക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളതെന്ന് കേൾക്കാം. ജനങ്ങൾക്ക് പറയാനുള്ളത്. വയനാട്ടിലെ മൂടക്കൊല്ലിയിൽ കടുവയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യജീവൻ കഴിഞ്ഞ 1 മാസത്തിനുള്ളിലാണ് പൊലിഞ്ഞിട്ടുള്ളത്. അത്യാധുനിക സൗകര്യങ്ങളുടെ ഈ കാലഘട്ടത്തിൽ കടുവയുടെ സാന്നിധ്യം എവിടെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഗവൺമെൻറ് ഒരുപാട് പെടേണ്ട കാര്യമില്ല. എന്നിട്ട് പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തീർത്തും അനാസ്ഥയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ മൂടക്കൊല്ലിയിൽ മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലും കടുവ സാന്നിധ്യം ഇപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. കാട്ടാന ശല്യമാണെങ്കിൽ അത് വേറൊരു ഭാഗത്ത്, പന്നി ശല്യം വേറൊരു ഭാഗത്ത്. ഇങ്ങനെ എത്ര കാലം കർഷകർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ അവസ്ഥയിൽ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായൊരു കർഷക മുന്നേറ്റം നടത്താൻ കേരള ഫാർമേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. കടുവയുടെ പ്രജനന കാലമെന്ന സവിശേഷത നിലനിൽക്കെ കൂടുതൽ ജാഗ്രതയോടുകൂടി വനപാലകരുൾപ്പെടെ അതിശക്തമായ പെട്രോളിങ്ങും കരുതലും നടത്തേണ്ട ഒരു സാഹചര്യം വയനാട്ടിൻ്റെ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്നു. അവിടെ ഒരു തരത്തിലുള്ള വീഴ്ച വരാതിരിക്കാൻ ഉന്നതാധികാരികൾ കൃത്യമായി ഇടപെടൽ നടത്തണമെന്ന് പൊതുസമൂഹത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. മൃഗങ്ങളെ കാട്ടിൽ നിലനിർത്തത്തക്ക വിധത്തിൽ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കുന്ന രീതിയിൽ ഉള്ള ക്രമീകരണം നടത്തുവാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പരിശ്രമം ഉണ്ടാകേണ്ടതാണ്. അതിനുവേണ്ടി അടിയന്തരമായി ജില്ലയ്ക്ക് പ്രത്യേകമായ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റവും നല്ല നിലയിലുള്ള ഒരു ക്രമീകരണം ഈ ജില്ലയിൽ നടത്തണമെന്നാണ് ഈ ജില്ലയിൽ താമസിക്കുന്ന ആളുകളെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് സർക്കാരിനോടും ബന്ധപ്പെട്ട വനം വകുപ്പ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിനോടും അഭ്യർത്ഥിക്കാനുള്ളത്. കമന്റ് ബോക്സിൽ മിനി വിക്രമനെ പോലുള്ള പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത എവിടെ, അതിൻ്റെ അപ്ഡേഷൻസ് എവിടെയെന്നുള്ളത്. അല്പസമയം മുമ്പ് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പുള്ള പരിപാടിയിൽ ഏറ്റവും ഒടുവിലായി നമ്മൾ മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. തത്സമയ വിവരങ്ങൾ തന്നെ പങ്കുവച്ചിരുന്നു. മകരവിളക്ക് നാളെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും, ഭക്തർക്ക് സുഗമമായി ദർശനമൊരുക്കുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. പോലീസൊക്കെ അവർ സ്വീകരിക്കുന്ന പതിവ് നടപടികളൊക്കെ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇന്നലെ വലിയ തിരക്ക് ഭക്തരുടെ ഭാഗത്തുനിന്ന് അനുഭവപ്പെട്ടിരുന്നു. താരതമ്യേന തിരക്ക് കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്.